വഴിപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, അനുഗ്രഹവും ശാന്തി സന്തോഷവും വലിയ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിനായി സ്വാഗതം. ആത്മാവിലും സത്യത്തിലും അന്യായാത്മാൻ വീണ്ടും ഒരവസരം കൂടെ രണ്ടാഴ്ചകളെന്ന് ദാനം ചെയ്യുന്നതായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച അതിസാന്നിധ്യം കൊണ്ട് ദൈവം ഞങ്ങൾ വരച്ച് ഞങ്ങൾക്ക് ആവശ്യമായ ഈ അനുഗ്രഹങ്ങൾ ഉയരത്തിൽ ദൈവത്തെ ദാനം ചെയ്യുകയോ വിലയിരുത്താനായിട്ട് നന്ദി. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അങ്ങേ സ്തുതിയും സ്തോത്രവും മഹത്വം വരേറ്റുമാണ്. വിശ്വസ്ത കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളോട് കരുണ ചെയ്യുന്ന എല്ലാ മുഖാന്തരങ്ങളുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാട്ടുകളിലൂടെ സങ്കീർത്തനങ്ങളിലൂടെ അവിടുത്തെ നാമത്തിൽ നിന്ന് പ്രധാനത്തിൽ ഒരുമിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവകൊണ്ട് അവിടെ ഞങ്ങളെല്ലാം അറിയണം. മഹത്വവും അവിടെ സ്വീകരിക്കും. രക്ഷയും മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിന്നേ പാഠപുസ്തകത്തിലെ 9ാമത്തെ കാലം ചേർത്താണ്. പാഠപുസ്തകത്തിലെ 9ാമത്തെ
അത് വാർത്തകളായി വായിക്കും. ആരാധനവും മൂന്നാമത് സുൽത്താന്റെ ഒന്നാം ഭാഗം വാർത്തകളുമായി വായിക്കും. യഹോവയുടെ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു. വരുന്ന മടങ്ങി നമസ്കരിക്കാം. നമ്മൾ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ കുടുംബത്തിൽ ആരുടെയും അവിടുത്തെ വിശ്വസ്തർക്ക് ആനന്ദിക്കുന്നു. ഞങ്ങൾ ദൈവമായ കർത്താവിന്റെ പക്കൽ ഇറങ്ങിയ മോശമുണ്ട്. ഞങ്ങൾ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് ദാസനായ പ്രവാചകനായ ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരമാകാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായി കൂടെ കേട്ട് അനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ എല്ലാവരും അറിയാനുള്ളവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ ഭാഗ്യം എന്റെ വീട്ടിൽമാരുമായി പോലെ എന്റെ ഭാഗ്യമാക്കരുത്. എന്റെ പേരിലെത്താനും അങ്ങേക്ക് സാധനമായി മാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ സഹോദരങ്ങളെ, നമ്മുടെ പരമമായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതുണ്ട്. നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും പറഞ്ഞാല് താഴ്മയും അനുതാപവും അനുസ്മരണത്തിലേക്കുള്ളിൽ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധത്തോടും വിനീത ശബ്ദത്തോടും സ്വർഗീയ പ്രവാസനത്തിൽ നമ്മുടെ പാപങ്ങൾ ഏച്ചു പറയാം. മുട്ടുകുത്തി നമ്മുടെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥനയുടെ യഥാർത്ഥമാകാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ഭാരതിയിൽ തന്നെ ആഴ്ച സമർപ്പിക്കാം. വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളെയും കളിക്കുന്നതിലെയും അവരുടെ സന്നിധിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാം. ദൈവങ്ങളുടെ കരങ്ങളിൽ ദൈവമേ ഓർക്കണമേ. കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പരിഹരിക്കുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളുമായി എന്റെ സന്നിധിയെ മാറിയിരിക്കുന്നു. എല്ലാ പിഴവുകളെയും അവിടെ ക്ഷമിച്ച് വിശുദ്ധിയുള്ള വെള്ളയുള്ള ഒരു ജീവിതത്തിന്റെ ഫലമായി തീരുവാൻ വിശ്വസ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സന്നിധിയിൽ വളരെ വിനയത്തോടെ വളരെ നാണ്യത്തോടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതും പുറത്ത് വിശുദ്ധിയുള്ള ദൈവകൃപയുള്ള ഒരു ജീവിതത്തിന്റെ ഭാഗമാകുവാനും തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തിന്റെ ആരോഗ്യമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ ഓരോ ദൈവസന്നിധിയിൽ നമുക്ക് തുറന്നു വയ്ക്കാൻ, ദൈവത്തോട് നമുക്ക് നേരിട്ട് പ്രാപിക്കാൻ, മനുഷ്യരോട് നമ്മുടെ കഴിവുകൾ നമ്മൾ ക്ഷമിക്കാൻ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവേ അവിടുത്തെ മകനായി അവിടുത്തെ മകളായി എന്നെ അവിടുത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധനകളും ഒന്നാമത് കാണുന്ന അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ വാക്കുകൾ നമുക്ക് ചേർന്ന് സർവശക്തി മഹാകരണങ്ങളുടെ പിതാവേ, ഞങ്ങൾ നാട്ടുപോയ ആളുകൾ പോലെ അങ്ങനെ വഴി തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ വിശുദ്ധങ്ങളിൽ ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് അസഫം ചെയ്യാം. എന്നാൽ കർത്താവ് ഞങ്ങളോട് പറഞ്ഞായി ഞങ്ങളുടെ ഉച്ചങ്ങളിൽ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവർ ദുഷ്ടതകൾ തിരിജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഞങ്ങൾ അറിയുന്നു. ദൈവത്തിനായി ഞങ്ങൾ എല്ലാ ദൈവത്തോടെ ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങയിൽ അറിയിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം ഈ മോചനം ചെയ്ത് ഞങ്ങൾക്ക് നൽകണമേ. ഇത് ഞങ്ങളുടെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പൂക്കളിൽ ഞങ്ങളെ സ്വീകരിക്കാൻ സഹായിക്കണമേ. അങ്ങനെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ
ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി നൽകാൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഇങ്ങനെയായിരുന്നു. ആമേൻ. ഒരു പാപം ചെയ്യുകയോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതി ജീവിക്കേണ്ടത് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിനെ കയറി അവിടുത്തെ അടുപ്പിനെല്ലാം നാം സൗഖ്യമുള്ളതിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് നമ്മളോട് ചെയ്യുന്നില്ല, നമ്മുടെ അർപ്പിങ്ങൾക്ക് മൊത്തം നമ്മൾ പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് വേദനിക്കുന്നത് പോലെ അവിടുത്തെ തന്റെ ഒറ്റമാനങ്ങളായിരുന്നു. ഉദയം അസമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുത്തെ നമ്മോട് പക ചെയ്യുന്നു. ഞാൻ നിന്റെ അത്ഭുതമായി പറയുന്നു, നിന്റെ പാപങ്ങളിൽ ഞാൻ ഓർക്കില്ല എന്ന് ഇപ്പോൾ ഞാൻ അറിയിച്ചിരുന്നു. സർവശക്തനും കരുണയുള്ളതുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതത്തിന്റെ അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. പാപക്ഷമമായ നമ്മുടെ ദൈവത്തിന്റെ സ്വാതന്ത്ര്യ ആരാധനകളും 14ാമത്തെ നാടകവും സ്വന്തം പ്രാർത്ഥന നമ്മുടെ ദൈവവും ചേർന്ന് ഒരുമിച്ച് രക്ഷപ്പെടാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങേ ദൈവദാസനോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായി മാതൃകയ്ക്കായി ഞങ്ങൾ ഈ മഹാവീരവും മനഃപൂർവ്വമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ സൃഷ്ടിച്ചതിന് പരിപാലിക്കുന്നതിനും ഈ ആയുഷ്യ സകല അനുഗ്രഹങ്ങൾക്കായി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ ലോകത്തിൽ വീണ്ടെടുത്ത അവിടുത്തെ വിലപിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ വാഴുന്നു. അങ്ങനെ നൽകിയ കൃപാവഴിക്ക് വേണ്ടി മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അളവില്ലാതെ നന്ദിയുള്ളവരാകേണ്ടത് അങ്ങേ സ്നേഹിക്കുന്നതിന് ഏൽപ്പിച്ച നാളുകളെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ നിർമ്മാണം നടക്കേണ്ടത്. അങ്ങനെ ഞങ്ങളുടെ അർത്ഥങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്തുതി പ്രസ്തപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല കടമകളെ കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് ഉണ്ടാകാതെ ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ആസ്വദിക്കുന്നതുമായി പാഠപുസ്തകത്തിലെ 124ാമത്തെ ഗാനം നാം ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ 124ാമത്തെ ഗാനം.
യഹോവ എന്ന് വിളിച്ചു, എന്റെ ലക്ഷ്യമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടുന്നത്? യഹോവ എന്റെ ജീവിതബലം, ഞാൻ ആരെ പേടിക്കുന്നു? ഒരു സൈന്യം എന്ന നേരെ പാളയമിറങ്ങിയാൽ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് ചുറ്റും നേരിട്ടാലും ഞാൻ ഹൃദയമായിരുന്നു. കൂടാരത്തിൽ എന്നെ മോദിക്കുന്നു, തിരുവാസത്തിന്റെ മറവിൽ എന്നെ മറക്കുന്നു, പാറമേൽ എന്നെ ഉയർത്തുന്നു. യഹോവേ, ഞാൻ ഒരിക്കൽ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് ഉത്തരം നൽകണമേ. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, യഹോവയോട് നീ കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷിക്കുന്ന ദൈവമേ, എന്റെ തലി കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരിട്ടുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നിന്റെ ഹൃദയത്തെ പ്രദർശിപ്പിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ നൽകുക. ഈ കൽപ്പനകളനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. കർത്താവേ, വിശുദ്ധ നിർദ്ദേശത്തിൽ ആലോചിക്കുന്നത് നിരന്തരമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണമെന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത് കൂടുതലാണ് എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ കേൾക്കായിരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് വെല്ലുവിളികളെ ദൈവമേ, ഞങ്ങളോട് പേരായി ഈ കൽപ്പനനുസരിക്കാൻ സഹായിക്കണമേ. നിങ്ങളിരിക്കുന്നു. വായുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പാഠഭാഗം ലേഖനം ചാലനായ 1 മുതൽ 5 വരെയുള്ളതാണ്. ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളതാണ്. ആകെ പ്രിയമല്ലെന്ന പോലെ ദൈവത്തെ അനുകരിക്കും. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തും. ദുർബലവും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെയും വേറുപാട് പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാരുടെ പൂജകൾ. ചീത്തതരം, പൊട്ടച്ചൊടി, കൽമാവ് ഇങ്ങനെ ചേർച്ചയില്ലാതൊന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർബലത്തുകാരൻ, അശുദ്ധൻ, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയപ്പെടുന്നു. ദുർബലത്തുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധനയായ ദ്രവ്യാകൃതി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയപ്പെടുന്നു. Viva
13 മുതൽ 16 വരെ വായിക്കും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഉപ്പുകാരപ്പിനുള്ള പോയാൽ അതിനെന്തോന്നും രസം വരുന്നതാണ്. പുറത്തെത്താൻ മനുഷ്യർക്ക് അപമാനമല്ലാതെ മറ്റൊന്നിന് പിന്നെ കൊടുക്കുന്നതല്ല. നിങ്ങൾ ഓരോരു വെളിച്ചമാകുന്നു. മലവിലിരിക്കുന്ന പണം അറിയാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയേണ്ടില്ല, കണ്ണിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യരുടെ നല്ല പ്രവർത്തനങ്ങൾ കണ്ട് സ്വർഗസ്നാനങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനാണ് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യരുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്നാനങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനാണ് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്ന ആരാധനകളും 22 കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്ന സർവശക്തിയുള്ളതായി ആകാശത്തിൽ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനെ അന്യോന്യം കഷ്ടപ്പെട്ട് കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ച് തറക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ജീവിതവരെയും മരിച്ചുകയും ന്യായമാനവരെയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധനാമയുടെ സാമീപ്യം, വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മനുഷ്യരുടെ പ്രധാനത്തിലും നിത്യജീവനെ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയായി നമ്മുടെ സമർപ്പിക്കാം. അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കീഴ്പ്പെടുത്തുവാൻ ആയുസ്സുകളുടെ അവസരങ്ങളുടെ ദൈവം നമുക്ക് ദാനം ചെയ്താൽ ആ ദൈവം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വം കയറിയത്. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായിട്ട് നമ്മെ വഴിനടത്തി. ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി ദൈവം നമ്മൾ നടത്തിക്കുന്ന ദൈവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം കയറിയത്. കഷ്ടതയും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും സ്വർഗ്ഗത്തിൽ ദൈവം അനുഗ്രഹിക്കുന്ന ദിവ്യമായ വ്യത്യാസമായ കടലിലായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം കയറിയത്. സാന്നിധ്യം കൊണ്ട് കൊണ്ട് പഠനങ്ങളെ ഇറക്കുകയും ഞങ്ങളെ വഴിനടത്തുകയും ചെയ്യണമെന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയില്ലാതെ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. അവിടുത്തെ ബലമുള്ള കഴിവിൽ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും കർത്താവിനെ സുരക്ഷിതമായിരുന്ന ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരാൽ കഴിഞ്ഞ ഒന്നും ഉചിതമായിട്ട് ചെയ്യുവാൻ കഴിയില്ല എന്ന് തിരുവനന്തപുരങ്ങളെ ശക്തമായി പഠിപ്പിക്കുമ്പോൾ കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ലല്ലോ കർത്താവെ. നിന്റെ കൃപയുണ്ട്, നിന്റെ സാന്നിധ്യമുണ്ട്, നിന്റെ ബലമുള്ള കരമുണ്ട്. ഇന്നത്തെ പ്രഭാതത്തിൽ അവിടെ ഞങ്ങളെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് കർത്താവെ ഞങ്ങളെല്ലാം ഒരുപോലെ സൗഖ്യമാക്കപ്പെടുവാൻ, ഞങ്ങളെല്ലാം ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ
അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളിൽ ഇറക്കപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളും മാറി, എല്ലാ ദുഃഖകരമായ സാഹചര്യങ്ങളും മാറി അവിടെ ദിവ്യമായ സാന്നിധ്യത്തിന്റെ നിറം ഞങ്ങൾ അനുഭവിക്കുവാൻ വിശുദ്ധ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ. ക്രൂശിന്റെ മാർഗ്ഗത്തിൽ നമ്മെ മറച്ച് ജയകരമായി നമ്മെ വഴിതെത്തുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം മഹാനീയ എന്ന പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനം ചെയ്യുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പകരാന്റെ കൃപയും പകരാന്റെ കടാക്ഷവും ദൈവിക അനുഗ്രഹങ്ങൾ ഇരത്തിൽ ദൈവം ദാനം ചെയ്ത് കർത്താവേ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ, നീ ഞങ്ങളോട് മനസ്സറിയണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആരാധനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ കാണുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവ സഭയെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഭരണങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ എന്റെ കുടുംബമുണ്ട്, എന്റെ സാന്നിധ്യമുണ്ട്, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടെ നിറയ്ക്കണമേ. ക്രൂശിതമായി ഞങ്ങൾ എല്ലാവരും മാറണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്, ഞങ്ങളുടെ എല്ലാ ഭരണങ്ങളെയും അവിടെ നിന്ന് നിറച്ച് അവിടുന്ന് രാജാവായി കർത്താവായി ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടെ വാഴണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാതൃകാക്കളെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അഭിമാനങ്ങളും എക്സംബിൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹപൂർണ്ണമാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണീരിന്റെ താഴ്വരയിലൂടെയാണ് മാതൃകാക്കളുണ്ട്. ഭവനത്തെ കുറിച്ച് ഓർത്ത് ഭാരതത്തോട് പ്രയാസത്തോട് കഴിയുന്നവരുണ്ട്. മക്കളെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന മാതൃകാക്കളെ, വേദനിക്കുന്ന മാതൃകാക്കളെ, കരയുന്ന മാതൃകാക്കളെ എല്ലാവരും ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനത്തിന്റെ സാന്നിധ്യങ്ങൾ കണ്ട് വേദനയോട് ഒരു കൈ പറ്റുകയുള്ള ഒരു വലിയ വേദനയോട് ഓരോ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ എല്ലാ മാതൃകാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഭവനത്തിന്റെ എല്ലാ അന്തരീക്ഷങ്ങളിലും ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഈ പ്രഭാതത്തിൽ കർത്താവെ അവിടെ നൽകി മനസ്സിന്റെ ഭാരങ്ങളെല്ലാം സ്വർഗം പൂർണ്ണമായി നീക്കി ദൈവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നയിക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. കൂലിപ്പണികൾ ചെയ്യുന്ന എല്ലാ മാതൃകാക്കളെയും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ദിവസവേതനത്തിന് വേണ്ടി പഠിക്കുന്ന പരിശ്രമിക്കുന്ന കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ ചെയ്യുന്ന എല്ലാവരെയും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിച്ച് ഉചിതങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ അധ്യാപകരായിരിക്കുന്നവരെ, എഞ്ചിനീയർമാരായിരിക്കുന്നവരെ, ഡോക്ടർമാരായിരിക്കുന്നവരെ, നേഴ്സുമാരായിരിക്കുന്നവരെ, മറ്റ് ഈ സോഷ്യൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആവശ്യമായുള്ള ദൈവിക നന്മകൾ അനുഗ്രഹങ്ങൾ വഴി മാറില്ല ഞങ്ങളുടെ മാതൃകാക്കൾ തുറന്ന് സ്ഥലം പോരാതെ ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ വിശ്വസ്ത കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ബാക്കി മാതൃകാക്കൾ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാനഗരിൽ വരുവാനുള്ള പുതിയുണ്ടെങ്കിൽ അവർക്ക് ഈ ദിവസങ്ങളിൽ നടക്കുവാനോ അത്യാവശ്യ യാത്രകൾ ചെയ്യുവാനോ ഒന്നും കഴിയാതിരിക്കുന്ന ഈ സമയത്ത് കർത്താവിന്റെ കൃപയുടെ കരങ്ങളിൽ വലിയ മാതൃകാക്കളെയും അവിടുന്ന് കാക്കണമേ, പരിപാലിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ക്രൂശിന്റെ മറവിൽ ദൈവം നമ്മുടെ എല്ലാ മാതൃകാക്കളെയും ജയകരമായി അവരായിരിക്കുന്ന ഭവന അന്തരീക്ഷങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപാകടാക്ഷങ്ങൾ നിറയുവാൻ കർത്താവെ അവിടുന്ന് കരുണ ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രത്യേകം ദൈവത്തിന്റെ മക്കളെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ മക്കളെയും അതോടൊപ്പം തന്നെ ഒരു തൊഴിലിന് വേണ്ടി ഗവൺമെന്റ് ഒരു സർവീസിൽ പ്രവേശിക്കാനായി പ്രാർത്ഥനയിലൂടെ പരിശ്രമിക്കുന്ന എല്ലാ മക്കളെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കൂലിപ്പണികൾ ചെയ്യുന്ന മക്കളുണ്ട്, മറ്റ് വ്യത്യസ്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവര്, ദിവസവേതനത്തിന് വേണ്ടി അഭിമാനിക്കുന്ന എല്ലാ മക്കളെയും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ചില വഴികളെ ഒരുക്കുവാൻ പുതിയ അഡ്രസ്, പുതിയ നന്മ ദൈവം അവരുടെ ജീവിതത്തിൽ തുറന്ന് അവരുടെ ദാരിദ്ര്യങ്ങൾ മാറിക്കൊണ്ടുപോകാൻ, അവരുടെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളെല്ലാം മാറി ഒരു പുതിയ വഴി ദൈവം അവർക്ക് തുറന്നു കൊടുക്കുവാൻ, ആരെയും വാങ്ങുന്ന മുതൽ നടക്കുന്ന, ആരെയും വാങ്ങുന്ന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഗ്രഹ ഉയരത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ ദൈവം ദാനം ചെയ്യുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ജീവിതം പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിന്റെ അന്വേഷണങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ എല്ലാം ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ അവിടുന്ന് വഴി തുറക്കണമേ, അവിടുന്ന് വാങ്ങി തുറക്കണമേ. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ മക്കളും സുരക്ഷിതരായി പ്രാർത്ഥിക്കുമേ, അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ തിരുവാലയമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ ഗ്രഹിച്ചുകൊണ്ട് അനുസരണമില്ലാതെ വളരെയധികം വേദന സമ്മാനിച്ചുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ദിവസങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിലും
മയക്കുമരുന്നിലൊക്കെ അനുഭവപ്പെട്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ അറിവിൽപ്പെട്ടവരൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് അവിടെ കലാ വിദ്യാഭ്യാസ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളെല്ലാം സ്വർഗീയ അജ്ഞാനമുണ്ട്, സ്വർഗീയ കൃപകൊണ്ടാണ് നിറയ്ക്കണമേ, ബലമുള്ള കരങ്ങളിൽ അവരെ വഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രൂശിന്റെ ഭാവി ദൈവം അവരെ ശക്തമായിട്ട് മറച്ച് അവരുടെ ഭാവിയിൽ അനുഗ്രഹമാക്കിക്കുവാൻ, അവരുടെ സാന്നിധ്യ ഭവനത്തിൽ ആയതിനും ശുശ്രൂഷകൾക്കൊക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദിവസത്തിൽ മാസത്തിൽ പ്രായമുള്ള കുഞ്ഞുമക്കളെല്ലാം ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപകട സാധ്യതകൾ കൊണ്ട് അറിയപ്പെട്ട യോഗത്തിൽ കർത്താവേ നിങ്ങളുടെ കുഞ്ഞുമക്കളെ അവിടെ കാക്കണമേ, പരിപാലിക്കണമേ, ശത്രുവിന്റെ കണ്ണുകളിൽ നിന്ന് കർത്താവേ ദുഷ്ടന്റെ എല്ലാ വീഴ്ചകളിൽ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ അവിടെ നിങ്ങളുടെ കുഞ്ഞുമക്കളെ അവിടെ കാക്കണമേ, പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേക ദിവസങ്ങളിൽ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാവരെയും നമ്മുടെ ഇടവകയിലെ എല്ലാ ജനതയും ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. രഹസ്യരോഗത്താൽ ഭാരപ്പെടുന്നവര്, അതോടൊപ്പം തന്നെ ക്ഷീണാനുഭവങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പുതു ധൈര്യം ദൈവം ദാനം ചെയ്യുവാൻ, പുതിയ ശക്തി ഉയരത്തിൽ ദൈവം ദാനം ചെയ്ത് കർത്താവെ ആത്മാവിലും സത്യത്തിലും നീ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിൽ അനുഭവിക്കുവാൻ വിശ്വസ്ത കർത്താവെ അവിടുന്ന് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ക്യാൻസർ രോഗികളായ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ ചെറിയ ആന്റിബയോട്ടിക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക ദിവസങ്ങളിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ അവിടുന്ന് വഴി തുറക്കണമേ, വാതിൽ തുറക്കണമേ, ആ ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ. മാനവമായ രോഗങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവേശിക്കാനുള്ളവരാണുള്ള നിങ്ങളുടെ ശരീരങ്ങളെ അങ്ങേക്ക് വിതരമാകുന്ന വിശുദ്ധയാഗമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയും ആരാധനയും മുന്നേറി സൗഖ്യത്തിന്റെ പുതിയ മുഖങ്ങൾ നിങ്ങൾ കാണുവാൻ, വിടുതലിന്റെ പുതിയ വാതിലുകൾ നിങ്ങൾ അനുഭവിക്കുവാൻ, ഒരു വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ എല്ലാ ശരീരങ്ങളിൽ അനുഭവിക്കുവാൻ ഇവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പോസിറ്റീവായിരിക്കുന്ന എല്ലാവരെയും ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കോടതിയിലായിരിക്കുന്നവരെ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വെല്ലുവിളികളായിരിക്കുന്നവരെ പോകാം, ഐസിയുകളിലായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ചില സ്വകാര്യ ആശുപത്രികളിലൂടെ അനേക ആശുപത്രികളിൽ കഷ്ടതയിൽ ഭാരങ്ങൾ പ്രയാസങ്ങളായിരിക്കുന്ന വലിയ ജനതയെ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വന്തത്തിൽ ശക്തമായ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പൂർണ്ണ വിടുതലോട് ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു വലിയ ദൈവത്വ ഉയരത്തിൽ നിങ്ങൾ ദാനം ചെയ്യണം. ഞങ്ങളുടെ പട്ടണങ്ങളിലെ ആശുപത്രികൾ കൂട്ട വിടുതലുകൾ സംഭവിക്കുവാൻ ഈ പ്രധാനത്തിലെ ആരാധനകളിൽ മുഖാന്തരമാകണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകം ഹൃദയരോഗിയായിരിക്കുന്നവരെ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരൾ സംബന്ധമായ രോഗാൽ ഭാരപ്പെടുന്നവരെ ദൈവ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സംവേദനകളാൽ ഭാരപ്പെടുന്നവരെ, കിഡ്നി സംബന്ധമായ രോഗാൽ ഭാരപ്പെടുന്നവരെ, ത്വഗ്രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് തലവേദന പോലുള്ള വലിയ പ്രയാസക്കാര്, ശ്വസന സംബന്ധമായ വാസനകളുള്ള ബലഹീനതയാൽ ഭാരപ്പെടുന്ന തുമ്മലിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവരെ, ഒത്തിരി വിവിധ വർഷങ്ങളായി മരുന്നുകളിൽ മാത്രം അനുഭവപ്പെട്ടുകൊണ്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ശരീരം ക്ഷീണിച്ചു പോകുമെന്നുള്ള തരത്തിൽ വിശ്വാസം അത്രമാത്രം മരുന്നിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ തന്നെ സൗഖ്യമാകുന്ന യഹോവ എന്നുള്ള തിരുവചന പ്രകാരം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ എല്ലാ ശരീരങ്ങളെ പൂർണ്ണമായിട്ട് തിരിക്കുവാൻ, സൗജന്യമായ ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ശരീരങ്ങളിൽ സംഭവിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുവാൻ, നമ്മുടെ തലമുറകളിൽ സംഭവിക്കുവാൻ, പാരമ്പര്യമായിട്ടുള്ള എല്ലാ രോഗക്കെട്ടുകളും അത് പൂർണ്ണമായി അഴിഞ്ഞു മാറുക ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ എല്ലാ ശാപക്കെട്ടുകളിൽ നിന്ന് മാറട്ടെ, എല്ലാ പാരമ്പര്യ രോഗ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ ഞങ്ങളുടെ സഭ മുഴുവൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ അനുഭവിക്കുവാൻ, അപ്പന്റെ രോഗം, അമ്മയുടെ രോഗം, കുടുംബങ്ങളുടെ രോഗങ്ങൾ ഇങ്ങനെ തലമുറകളിലേക്ക് വ്യാപിക്കുന്ന വിശുദ്ധ കർത്താവെ പൂർണ്ണമായിട്ട് അത് മാറി ദൈവ പ്രവൃത്തി ഞങ്ങളുടെ ഈ പുതു തലമുറയിൽ ഞങ്ങൾ കാണുവാൻ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ ഞങ്ങൾ തന്നെ വിധേയപ്പെടുത്തുവാൻ ഇവരെ വലിയ സൗഖ്യത്തിന്റെ ശുശ്രൂഷകളിൽ ഞങ്ങളുടെ ആയത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ ദൈവം നൽകണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വായ്പകൾ വാങ്ങി തിരിച്ച് അടയ്ക്കുവാൻ കഴിയാവുന്ന ലോകങ്ങളൊക്കെ എടുത്തിട്ട് ഒത്തിരി കർത്താവെ ബന്ധിതങ്ങളായി ഒത്തിരി മാനസിക സംഘർഷങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബിസിനസ്സുകളെല്ലാം നടന്ന് കർത്താവ് സാമ്പത്തിക വഴികളെല്ലാം പറഞ്ഞ് പ്രത്യേകിച്ച് ഒത്തിരി പേര് ആ വേദനയുടെ താഴ്വരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവമേ ഉയരത്തിലെ വെളിവാതിലുകൾ തുറന്ന് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന നന്മകളെ ഉയരത്തിൽ ദൈവമേ അവിടുന്ന് ദാനം ചെയ്ത് ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് ശുഭകരമായി ഐശ്വര്യപൂർണ്ണമായി അവിടുന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ വഴിനടത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ വിഷയങ്ങളെയും അവരുടെ കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കണം.
സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങളിൽ, കണ്ണീരിന്റെ അനുഭവങ്ങളിൽ, നിരാശയുടെ അനുഭവങ്ങളിൽ, നാളെയെക്കുറിച്ച് ഭാരപ്പെടുന്ന, ഭാവിയെ പറ്റി ചിന്തിച്ച് ഉറക്കമ്പോഴുമില്ലാതെ നാളെ വേദനിക്കുന്ന എല്ലാ ഭവനങ്ങളെയും വ്യക്തികളെയും അവരുടെ കരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥനയിലൂടെ അവരുടെ വഴിയൊരുക്കണമേ, അവരുടെ വാങ്ങൊരുക്കണമേ. കർത്താവ് ശുദ്ധകരമായ ഒരു ദൈവ പ്രവൃത്തി അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ അവരുടെയൊക്കെ അഡ്രസ്സുകൾ മാറ്റപ്പെടുവാൻ, അവരുടെയൊക്കെ ആശങ്കകൾ മാറി പ്രത്യാശയുള്ള ഒരു ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നായകന്റെ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും അവന്റെ പൊന്ന് സമർപ്പിച്ച് ഒരു മനസ്സോടെ നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഈ വിശുദ്ധാലയങ്ങളിൽ ഒന്നുകൂടെ പ്രവേശിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ പകരുവാൻ ആയുഷ്യുടെ അവസരം കൂടെ നൽകിയ വലിയ കർത്താവെ, ഈ സ്ഥലത്ത് കർത്താവിന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് ഞങ്ങൾ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഇവിടെ കഴിയുന്ന പ്രാർത്ഥനയ്ക്ക് അങ്ങയുടെ ചെവി ശ്രദ്ധിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. സകല ജാതികളിലുള്ള പ്രാർത്ഥന ആലയമായി ദൈവം ഞങ്ങൾക്ക് ഈ ആലയത്തെ വേർതിരിച്ച് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. കണ്ണിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാ ആലയന്മാരെയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും മക്കളെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനാലെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്, ഒത്തിരി വേദനകളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്, ഒത്തിരി കണ്ണീരിന്റെ അനുഭവത്തോടുകൂടി യാത്ര ചെയ്യുന്നവരാണ്, പരാജയത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, നിങ്ങളുടെയും പരിഭാഷകളിലും യാത്ര ചെയ്യുന്നവരുണ്ട്. തകർന്ന മനസ്സോടുകൂടെ, ഉടനെ മനസ്സോടുകൂടെ, മുറിവേറ്റ ശരീരങ്ങളുമായി, മനസ്സുകളുമായി ഇന്ന് ഈ ആലയത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാവരും ദൈവമേ അവരുടെ സമാധാനം ലഭിക്കണമേ. അവരുടെ ദൈവ പ്രവൃത്തിയുടെ കണ്ണുകൊണ്ട് അനുഭവിക്കുവാൻ, അവരുടെ ശരീരം കൊണ്ട് അവരുടെ കർത്താവെ ലഭിച്ചെടുക്കുവാൻ സ്വർഗ്ഗമേ അവിടുന്ന് എല്ലാവരും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കരുണയോട് ചേർക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൊണ്ടിരിക്കുന്നവനെ, ഞങ്ങളുടെ ജീവന്റെ പരിപാലകനെ കർത്താവേ, രാജാതി രാജാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തലമുറയെല്ലാം വിവരങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന, ഞങ്ങളെ വേദനിപ്പിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള വഴികളെ തടസ്സപ്പെടുത്തുന്ന
ദൈവത്തോട് ഞങ്ങൾ പറയണമേ, ഞങ്ങൾ വീട് പോകാൻ നീ അനുവദിക്കരുത് കർത്താവേ, തകർന്നു പോകാൻ അനുവദിക്കരുത് കർത്താവേ, വിലപിച്ചു പോകാൻ അനുവദിക്കരുത് കർത്താവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി പോലും വെള്ളത്തിൽ കുറയുവാനുള്ളവരാകണം. ഞങ്ങൾ ഇരിക്കുന്ന സീറ്റ് വാങ്ങും ശൂന്യമായി പോകാനുള്ളവരാകണം. ഞങ്ങൾ ഇരിക്കുന്ന സീറ്റ് വാങ്ങും ശൂന്യമായി പോകാനുള്ളവരാകണം. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഞങ്ങളായതിനകത്ത് ഞങ്ങളെല്ലാവരും കർത്താവേ, ഞങ്ങൾ തിരുവചനത്തിൽ വായിച്ച് കേട്ടതുപോലെ ഞങ്ങളുടെ കർത്താവിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ, ദൈവം ഞങ്ങളെ കരുതുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ, ദൈവം ഞങ്ങളെ തുണയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ, ദൈവം ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ, അത് ഞങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് തിരുവചനം ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ മുമ്പിൽ ഒരു ആഹ്വാനമായിട്ട് ഞങ്ങളെ ഇന്ന് തട്ടി ഉണർത്തുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവേ, ഈ ദേശത്ത് പാർത്ത്, ഈ പട്ടണത്തിൽ പാർത്ത്, ഈ സഭയിൽ പാർത്ത് ഞങ്ങൾ കർത്താവേ ദൈവ പ്രവൃത്തി ഞങ്ങൾ കാണും, ദൈവ പ്രവൃത്തി ഞങ്ങൾ കാണും, അത്ഭുതങ്ങൾ അടയാളം ഞങ്ങൾ കാണും. യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ യോഗത്തോട് വിളിച്ച് പറയുക കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരെയും ശ്രദ്ധയാക്കണമേ. ക്രൂശിന്റെ മറവിലേക്ക് മാറണമേ. ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓൺലൈനിൽ ആരാധനയിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും സ്വാഗതം. വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയതുകൊണ്ട് കർത്താവേ, ഞങ്ങളായുമായി ബന്ധപ്പെട്ടാലും എല്ലാവരുടെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യമാണെന്ന് പറയണമേ. അങ്ങനെ ക്രൂശിന്റെ മറവിലേക്ക് നിങ്ങൾ പറയണം. ജയത്തോടെ കർത്താവെ ആഘോഷത്തോടെ ആരാധനയോടെ ദൈവത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധപ്പെടുവാൻ നീ ഞങ്ങൾ എല്ലാവരെയും ശ്രദ്ധയാക്കണം. എല്ലാ മഹത്വത്തോടെ സ്വീകരിക്കണം. രക്ഷയുടെ മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥന കഴിക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുനാമപ്പെടണമേ, ക്രിസ്തുവിനെ പോലെ ഭൂമിയിൽ കാണണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കർത്താവിനെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയുടെ സന്തോഷിച്ചിരിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതയോ. ആ യഹോവയുടെ മഹത്വം കൊടുക്കുകയും കാഴ്ചയുമായി സന്നിധി ചെല്ലുന്നത് എപ്പോഴും സന്നിധി വെറുകയായി വരുന്നത് ദൈവമായി തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കമാണ്. ഓരോരുത്തരും നാളെ കാത്തു പോലെ കൊണ്ടുവരണം. ഈ സമയം ഓരോരുത്തരും ഗാനം ആരംഭിക്കുമ്പോൾ സഹോദരന്മാർ നേശമേ സ്വീകരിക്കും. Oh
ശരിക്കും കാണിക്കുക ലഭിച്ചു നോക്കിയാൽ എഴുതി ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടെ ഞങ്ങളോട് കടന്നു ചെയ്ത വലിയ തുകയ്ക്കാണ് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളെ കാത്തു പരിപാലിച്ചു ക്രൂശിന്റെ മകളിൽ ഞങ്ങൾ വായിച്ചത് ജയകരമായി ഞങ്ങൾ കണ്ടെത്തിയ വലിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ചോദിക്കുന്നതിനും നേരിടുന്നതിനും അത്യന്തപരമായി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ചെയ്തിരിക്കുന്ന ഈ നന്മകൾക്കായി തന്നെ കർത്താവേ അപ്പൻ്റെ മുൻവേലകളിൽ ഞങ്ങൾ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടെ നിന്ന് നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഞങ്ങൾക്ക് നൽകിയ വിതരണത്തിനായി, ഞങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിനായി, ഞങ്ങൾക്ക് നൽകിയ നല്ല ആരോഗ്യത്തിനായി, പ്രത്യേകിച്ച് മാത്രമുള്ള ഭവനത്തിനായി, ജീവിത സാഹചര്യങ്ങൾക്കായി സ്വാഗതം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് നൽകിയ നന്മകളിൽ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് തിരികെ നൽകുവാൻ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ആ വലിയ മാറ്റങ്ങൾക്കായി സ്വാഗതം. തലമുറ തലമുറയായി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കൂടുതൽ വാങ്ങുന്നത് ശ്രദ്ധിക്കുന്ന ദൈവമേ, ഇന്ന് ഈ വിശുദ്ധ ദിവസവും ഞങ്ങൾ കൃത്യമായിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാവരിൽ നിന്ന് അർപ്പിച്ചുകൊണ്ട്, സമ്പൽ സമൃദ്ധിയിൽ നിന്ന് അർപ്പിച്ചുകൊണ്ട്, നിറവിൽ നിന്ന് കർത്താവ് ദൈവസ്ഥാനത്തിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ അവിടെ നിർത്താൻ പാകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവേ, അവിടുന്ന് വിജയത്തോട് അവിടുന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ വലിയ കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവിടെ ഞങ്ങൾക്ക് നീക്കുപോക്കുകൾ നൽകി ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. കാണിക്കുവാൻ ഒരുപക്ഷെ സാമ്പത്തിക കരങ്ങളില്ലാതെ ഈ നാളെത്തിൽ പോലും വരുമാനം അടിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് കർത്താവെ തിരുനാളത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരും ഞങ്ങളുടെ കർത്താവെ അവരുടെ മനസ്സിലും കാണണമേ. തലമുറകൾ വീട് നിൽക്കുന്ന ദൈവിക നന്മകൾ, അനുഗ്രഹങ്ങൾ അവരുടെ ഹൃദയങ്ങളെ കണ്ട് ദൈവം അവർക്കായി ഒരുക്കുന്നത് സ്തോത്രം. പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്മരണയും ബന്ധമായി പൂർണ്ണതയിലേക്ക് പ്രത്യേക സംഭാവന നൽകിയിരിക്കുന്ന പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പൂർണ്ണമായി ബന്ധപ്പെട്ട് തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിത സ്മരണകൾ മുമ്പിൽ ദൈവത്തെ സ്വാഗതം ചെയ്യുവാൻ അവിടുന്ന് സഹായിച്ചിരിക്കുന്നവർക്കായി സ്വാഗതം അനുഗ്രഹിക്കണമേ. ദുഃഖകരമായ സാഹചര്യത്തിലായിരിക്കുന്ന പിതാവിനോട് കുടുംബത്തോടൊക്കെ ദൈവമേ അവിടുന്ന് മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത്. ക്രൂശിന്റെ മറകൾ ദൈവമേ അവിടുന്ന് മറച്ച് ദൈവത്തിൽ അവിടുന്ന് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മറ്റു ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ കരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണമേ. പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന ഈ ജോയ്സ് സുജയ് മകൻ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ദൈവങ്ങളുടെ കരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണമേ. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ശോഭ ജോസ് രാജേഷ് ആദിശ എന്ന പ്രിയ കുടുംബാംഗങ്ങളെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ കരങ്ങളിൽ അവിടുന്ന് കരുതുകയും കാണുകയും ദൈവിക നന്മകൾ കൊണ്ട് അനുഗ്രഹം കൊണ്ട് ദൈവമേ അവിടെ നിറയ്ക്കുകയും ചെയ്യണമേ. പ്രത്യേക വഴിമാർ അർപ്പിച്ചിരിക്കുന്ന ഗിരിജ വിജയകുമാർ വിൽസ് എന്ന പ്രിയ മാതാവിനെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ കരങ്ങൾ അവിടെ സൂക്ഷിക്കണമേ.
റോസി പ്രിയ മാതാവിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറുപടിയും മറച്ച് അവിടുന്ന് പ്രത്യേക കരുതുകയും കാക്കുകയും ചെയ്യണമേ. പേരെല്ലാം സമർപ്പിച്ചിരിക്കുന്ന വ്യക്തി വിവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രത്യേക സമർപ്പിച്ചിരിക്കുന്ന രോഹിത് വിനോദ് JP നഗർ എന്ന പ്രിയ മകൻ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറുപടിയും മറച്ച് ദൈവകൃപയുടെ കരങ്ങളിൽ അവിടെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജിഷ മക്കളെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ കരങ്ങളിൽ അവിടെ സൂക്ഷിക്കണമേ. ആവശ്യമായ ദൈവിക നന്മകൾ അനുഗ്രഹങ്ങൾ ഉയർത്തി ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കാണികൾ അർപ്പിച്ച, മാസങ്ങളിൽ അർപ്പിച്ച, പ്രത്യേക അർപ്പണങ്ങൾ അർപ്പിച്ച എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ദൈവനാമ മഹത്വത്തിനായ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ കൊടുക്കൽ വാങ്ങുകൾ നടത്തുവാൻ ദൈവം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സഹായിക്കണം. ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം ഞങ്ങളുടെ കരത്തെ അവിടെ ബലപ്പെടുത്തണം. ഒരിക്കലും ഞങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിൽ വീണു പോകുവാൻ ക്ഷീണിച്ചു പോകുന്നവരാകണം. ഞങ്ങളുടെ ക്രൂശിതമായ ദൈവം ഞങ്ങളെ വാഴണം. ദൈവമാണ് മഹത്വം അവിടെ സ്വീകരിക്കണം. രക്ഷകനാഥ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സംഘത്തിൽ എഴുന്നേറ്റ് പാഠപുസ്തകത്തിലെ 215 പ്രാർത്ഥനഗാനമായി വളരെ വിനയത്തോട് പ്രാർത്ഥനയോട് നമുക്ക് പാടാം. ശേഷിച്ചു വരുന്ന ഗാനത്തിനായി സമർപ്പിക്കും. പാഠപുസ്തകത്തിലെ 215 ഗാനം.
അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഈ വലിയ അവസരത്തിലാണ് ദൈവത്തെ സ്തുതിയും സ്തോത്രവും മഹത്വം. ലോകങ്ങളിലെയും പ്രത്യേക സാഹചര്യങ്ങളിലും വളരെ ശ്രമകരമായി തീരുമാനമെടുക്കണം എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പരസ്പര പ്രാർത്ഥനയിലും ആരാധനയിലും നേരെ ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളെ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പാഠമായി വായിച്ച് കേൾപ്പിച്ച മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 വാക്യങ്ങളെ ആസ്പദമാക്കി ചെറിയ ജ്ഞാനമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് ആ ഭാഗത്ത് നൽകുന്ന ആത്മീയ ദർശനം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തു തന്റെ ഈ പ്രഭാഷണത്തിന്റെ അനുഭവങ്ങളിൽ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന, വേദനിക്കുന്ന, അഡ്രസ്സില്ലാത്ത, പുറത്തള്ളപ്പെട്ട, ഹൃദയം മുഴുങ്ങി മാനസിക വ്യഥകളോടുമൊക്കെ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു വലിയ കൂട്ടത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് 5-ാം അധ്യായം 1 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഭാഗ്യമുള്ളവരാണ്, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങളെല്ലാവരും ദൈവമുഖമായ ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ദൈവത്തെ കാണുന്നവരായി, നിങ്ങൾ കരുണയുള്ളവരായി, നിങ്ങൾ ദയയുള്ളവരായി, നിങ്ങളെല്ലാവരും ഭാഗ്യകരമായ ജീവിതത്തിന്റെ ഭാഗമായി തീരും എന്ന് അവരെ അനുഗ്രഹിച്ച് പ്രോത്സാഹിപ്പിച്ച് പ്രാർത്ഥനയുടെ കരങ്ങളിൽ അവരെ ബലപ്പെടുത്തുന്ന വിശുദ്ധ സാധാരണ നിലയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രോത്സാഹന വാക്കുകളാണ് ക്രിസ്തുവിന്റെ അധ്യയനത്തിൽ നിന്ന് അവർക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഗിരിപ്രഭാഷണത്തിന്റെ അനുഭവങ്ങളിൽ അടുത്ത അർത്ഥത്തിലേക്ക് പ്രവേശിച്ച് ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാണ്. ഇത്തരത്തിൽ അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ അവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്നുവരെ അവരെക്കുറിച്ച് ഒരു നല്ല വാക്ക് കേട്ടിട്ടില്ലാത്ത, ഇന്നുവരെ അവരെക്കുറിച്ച് സ്വയം ഒരു സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ അവരുടെ ചെവികളിൽ വ്യക്തമാകാത്ത തരത്തിൽ ആത്മീയതയുടെ ഒരു പ്രോത്സാഹനം അവർക്ക് നൽകി. യു ആർ സ്പെഷ്യൽ, നിങ്ങൾ എല്ലാവരും വിശേഷതയുള്ളവരാണ് എന്ന് ഓരോരുത്തരോടും വ്യക്തിപരമായി ആഹ്വാനം ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ വായിച്ച കേട്ട തിരുവചന ഭാഗം. അതുകൊണ്ട് തന്നെ ഏറ്റവും മർമ്മപ്രധാനമായി നിൽക്കുന്ന 2 കാര്യങ്ങൾ: ദൈവജനം ഉപ്പുള്ളവരായിരിക്കണം, ദൈവജനം വെളിച്ചമുള്ളവർ ആയിരിക്കണം. ദൈവജനം ഉപ്പിന്റെ അംശം, കാലത്തിന്റെ അംശമുള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ വെളിച്ചത്തിന്റെ സാധ്യതകളിലൂടെ ഈ ജനം യാത്ര ചെയ്യണമെന്ന് വളരെ വ്യക്തിപരമായി ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ശബ്ദം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് 3 കാര്യങ്ങളാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഞാൻ സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവജനം എന്നുള്ള തരത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും ഈ കാലഘട്ടത്തിൽ ഈ പട്ടണത്തിൽ ദൈവം നമ്മളെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിലും ദൈവം നമ്മളെ ചെവി പറയുന്ന ഒരു ആത്മീയ ദർശനം ഇങ്ങനെയാണ്: ആത്മീയതയിൽ നിങ്ങൾ കാലമുള്ളവർ ആയിരിക്കുക, ആത്മീയതയിൽ നിങ്ങൾ കാലമുള്ളവർ ആയിരിക്കുക. എന്തുകൊണ്ട്? പുറത്ത് കളയപ്പെടാതിരിക്കുവാൻ നിങ്ങൾ കാലമുള്ളവർ ആയിരിക്കുക. നിങ്ങൾ പുറത്ത് കളയപ്പെടാതിരിക്കാൻ, നിങ്ങളുടെ ജീവിതം നിസ്സാരവൽക്കരിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ എല്ലാവരും തലകുനിക്കാതെ ജീവിതത്തിന്റെ പരാജയ അനുഭവങ്ങളിൽ നിങ്ങൾ വീണുപോകാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ ആത്മീയതയിൽ കാല സ്വഭാവമുള്ളവരായി, അതിന്റെ പൂർണ്ണതയുള്ളവരായി ആത്മീയതയിൽ നിങ്ങൾ ബലപ്പെടുക എന്നുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവജനം എന്നുള്ള ഒരു പേരിന്റെ ഓഹരിക്കാരായി ദൈവത്തെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കാലമുള്ള ഉപ്പ് അത് രുചി വരുന്നത് അതിന്റെ കാല സ്വഭാവം അതിനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ജനം ഇഷ്ടപ്പെടുന്നത്, ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഭക്ഷണത്തിൽ ഒരു പ്രധാന ഭാഗമായി ഉപ്പിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, കാലമില്ലാതെ പോയാൽ അതിനെ പുറത്തു കളയും, മനുഷ്യർ അതിനെ ചവിട്ടിക്കളയും, അതിനെ നിസ്സാരവൽക്കരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ ദൈവജനത്തിന് ക്രിസ്തു നൽകുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയതയിൽ കാല സ്വഭാവം ഇല്ലെങ്കിൽ,
അതിന്റെ മൂല്യങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ, ശുശ്രൂഷകളിൽ നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞാൻ നിങ്ങളും ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുവാൻ സാധ്യതയുണ്ട്, പുറത്താക്കപ്പെടുവാൻ സാധ്യതയുണ്ട്, അറുമാറ്റുവാൻ സാധ്യതയുണ്ട്, പൊളിച്ചു നീക്കുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒത്തിരി ആത്മീയ ചിന്തകൾ ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി എനിക്ക് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ കാര്യമുള്ളവരാണ് ഞാൻ നിങ്ങൾ. ദൈവിക ശുശ്രൂഷകളിൽ കാല സ്വഭാവമുള്ളവരാണ് ഞാൻ നിങ്ങൾ. പൊള്ളത്തരങ്ങളില്ലാതെ, അഭിനയങ്ങളില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവജ്ഞാനവുമായി സംഭാഷിക്കുന്ന ആത്മീയ സ്വഭാവം എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പഴയ കാലഘട്ടത്തിൽ ആത്മീയതയുടെ കാലത്തിന്റെ ആഴവും പരവും മുട്ടുകളിൽ കാണാമായിരുന്നു. ദൈവങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്രൈസിസുകളിലും നമ്മുടെ അപ്പന്മാർ, നമ്മുടെ അമ്മമാർ ചെയ്യുന്നത് അവരുടെ മുട്ടുകൾ മടക്കി ദൈവസന്നിധിയിൽ അവരായിരുന്ന ഭവനങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചു എന്നുള്ളത്. അതിന്റെ അടയാളമുള്ള വണ്ണം അവരുടെ മുട്ടുകളിലെല്ലാം ഒരു പാടുണ്ടാകും. ഒരുപക്ഷെ തൊഴിലിന്റെ കട്ടി കൂടി ആനയുടെ ഒരുപ്പം പോലെ ഇരിക്കുന്ന നല്ല ആത്മീയതയുടെ മുട്ടുകളിൽ നമുക്ക് ഇന്നലകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കേവലം കൊള്ളത്തരങ്ങൾ കൊണ്ട് നിറയപ്പെട്ട, അഭിനയങ്ങൾ കൊണ്ട് നിറയപ്പെട്ട, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പ്രകടിതമായി വിളിച്ചു പറയുന്ന ഒരു ഗണമായി ഞാനൊക്കെ മാറുകയാണ്. ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല, ആരാധനയുടെ അനുഭവങ്ങളിൽ അടങ്ങിയിരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പനും അമ്മയും മക്കളും കൈകോർത്ത് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കാണാനേ ഇല്ല. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലും ആരാധനയിലും കാലമുള്ളവരായി നമ്മൾ മാറ്റപ്പെടുക. ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരുന്നില്ലാത്ത ഒരു കാലഘട്ടം, ആരും കരുതലില്ലാത്ത ഒരു കാലഘട്ടം, പരസഹായം എന്നുള്ളത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടം. ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കും, ആരെങ്കിലുമൊക്കെ എന്നെ കരുതിക്കൊള്ളും, ആരെങ്കിലുമൊക്കെ എന്നെ ചേർത്ത് പിടിച്ചോളും എന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരം. പ്രിയമുള്ളവരെ, ആ തെറ്റിദ്ധാരണകളെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുക. നമുക്ക് ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ നാം ആദ്യം എത്തിച്ചേരുക. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ സുബോധത്തിന്റെ ചിന്തകൾ ഉയരത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്യും. എന്നിട്ട് പ്രാർത്ഥനയിലും ആരാധനയിലും ആത്മീയതയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ, ആരാധനയുടെ അനുഭവങ്ങളിൽ കാരണമുള്ളവരായി, മൂല്യമുള്ളവരായി, ആത്മീയതയുടെ ലാഭം ഉയർന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം മാറ്റപ്പെട്ടാൽ നമ്മളെല്ലാവരും ദൈവത്തെ കാണുന്നവരായി മാറ്റപ്പെടും. നമ്മളെല്ലാവരും ഓരോ ദിവസങ്ങളിലും ദൈവിക ദർശനം ലഭിക്കുന്നവരായി ഞാൻ നിങ്ങൾ മാറ്റപ്പെടും. ചന്ദ്രനിൽ 72 മണിക്കൂർ ചിലവിട്ട് തിരികെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഏറ്റവും ശ്രേഷ്ഠനായ ചാൾസ് ഇപ്രകാരം പറഞ്ഞു: ഇനി എന്റെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല. ചന്ദ്രനെ വരെ പോയി കാൽകുട്ടിയവനാണ് ഞാൻ, ചന്ദ്രനെ കീഴടക്കിയവനാണ് ഞാൻ. ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു മനുഷ്യൻ നേടാത്ത തരത്തിലുള്ള ഉയരങ്ങൾ കീഴടക്കിയവൻ, ചരിത്രത്തിന്റെ ഭാഗമായവൻ, എല്ലാം തികഞ്ഞവനെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ കേവലം 8 മാസങ്ങളിൽ കൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം വ്യത്യസ്തമായി തകർന്ന് കഴിയുകയാണ്. ലോകം മുഴുവനും ഒരുപക്ഷെ പ്രശംസ പിടിച്ചുപറ്റിയ, പ്രോത്സാഹനം പിടിച്ചുപറ്റിയ, ചരിത്രത്തിന്റെ ഭാഗമായി നിന്ന ഈ ചാൾസ് ഡ്യൂക്ക് 8 മാസങ്ങൾക്ക് ശേഷം വിളിച്ചു പറയുകയാണ്: എന്റെ ജീവിതം തകർന്നുപോയി, എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു, എന്റെ ജീവിതവും എന്റെ സാഹചര്യങ്ങളെല്ലാം ആത്മഹത്യയുടെ വക്കിൽ ഞാൻ നിൽക്കുകയാണ്. മനസ്സിന് സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല, ലോകം മുഴുവൻ എന്റെ ഭാഗ്യമുള്ളവൻ, ശ്രേഷ്ഠൻ എന്ന് എന്നുപോലും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സമാധാനമില്ലാതെ, ദൈവിക സന്തോഷമില്ലാതെ ഞാൻ അറിയുന്നു എന്നുള്ളത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമേ, അവസാനം നിങ്ങൾ ചെയ്യുന്നത് ശിഷ്ടമായിരിക്കുന്ന ദൈവത്തിലേക്ക് അദ്ദേഹം വിളിക്കുകയാണ്. ചന്ദ്രനെ നിർമ്മിച്ച, ഭൂമിയെ നിർമ്മിച്ച, ഭൂമണ്ഡലത്തെ നിർമ്മിച്ച, എന്തിനാണ് ഈ ചാൾസിനെ പോലും നിർമ്മിച്ച സൃഷ്ടാവിലേക്ക് അദ്ദേഹം തിരിയുകയാണ്. തിരിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി: ആത്മീയതയിൽ അദ്ദേഹം ഒരു വട്ടപൂജ്യമാണ് എന്നുള്ളത്, പ്രാർത്ഥനയിൽ അദ്ദേഹം ഒരു വട്ടപൂജ്യമാണ് എന്നുള്ളത്, ആത്മീയതയുടെ അനുഭവങ്ങളിൽ അദ്ദേഹം കേവലം ഒരു പൊള്ളയായ ഒരു മനുഷ്യനാണ് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ശാസ്ത്രം നന്നായി പഠിച്ചവനാണ്, സാങ്കേതിക വിദ്യകളെല്ലാം അരച്ചിലകി കുടിച്ചവനാണ്, കാലഘട്ടത്തെ ചരിത്രത്തിന്റെ അനുഭവങ്ങളിൽ കയറി ഉന്നതങ്ങളെ കീഴടക്കിയ ഒരു മനുഷ്യനാണ്. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളത്. എന്നാൽ പിന്നീട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: മനുഷ്യന് ഏറ്റവും ദുഃഖം പിടിച്ച യാത്ര എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള
ഒരു യാത്രയല്ല, മറിച്ച് അവന്റെ ശിരസിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള വിശ്വാസത്തിന്റെ യാത്രയാണ്. അവന്റെ ശിരസിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള വിശ്വാസത്തിന്റെ യാത്രയാണ് ഏറ്റവും ദുർഘടമായ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ, ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എന്റെ ആത്മീയ ജീവിതം ഒരു പരാജയമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നാൽ ഒടുവിൽ ഞാൻ എന്റെ ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. കേവലം ഫേസ് ടു ഫേസ് എന്റെ ദൈവത്തെ കാണുകയില്ല, മറിച്ച് ഹൃദയം കൊണ്ട് എന്റെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. ഹൃദയം കൊണ്ട് എന്റെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ആത്മീയതയുടെ മാനം സംഭവിക്കപ്പെടുന്ന നിമിഷം. ഹൃദയം കൊണ്ട് എന്റെ ദൈവത്തെ കണ്ടുമുട്ടി ഞാൻ ചന്ദ്രൻ കീഴടക്കിയാലും ശരി, പട്ടണങ്ങൾ കീഴടക്കിയാലും ശരി, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ എന്റെ കരങ്ങളിൽ, വിദ്യാഭ്യാസത്തിന്റെ തലങ്ങൾ ഉണ്ടായാലും ശരി, ഞാൻ ഡോക്ടറാകട്ടെ, ഞാൻ എഞ്ചിനീയർ ആകട്ടെ, ഞാൻ ഏത് സ്കോപ്പ് കൊണ്ട് ഒരു ഡെസ്റ്റിനേഷന്റെ ഭാഗമാകുന്ന ഒരു വ്യക്തിയുമാകട്ടെ, പ്രിയമുള്ളവരെ, ദൈവിക സാന്നിധ്യത്തിന്റെ നിറവ് ആ കാലത്തിന്റെ ജീവിതത്തിൽ വേണ്ടി നമുക്ക് സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ജീവിതത്തിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മുടെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഒരു കാലഘട്ടം മുഴുവൻ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ പച്ചപ്പ് പോലെ വരും. എന്നാൽ അത് കഴിയുമ്പോൾ നമ്മുടെ വീഴ്ച മാത്രമായിരിക്കും ഈ ലോകം നമ്മളെ കുറിച്ച് പറയുന്നത്. എത്ര കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും? ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്ന, ഒരു കാലഘട്ടത്തിൽ ഇടവകളുടെ നട്ടലുകളായിരുന്ന, ഒരു കാലഘട്ടത്തിൽ അപ്പനും അമ്മയും വന്ന് ആലയത്തിന്റെ ശുശ്രൂഷയുടെ സഹായം നേടിയ, ആലയം എന്ന് പറഞ്ഞാൽ രണ്ടാം മണി അടിക്കുന്നതിന് മുമ്പ് കുടുംബമായി ദേവാലയത്തിൽ വരുന്ന സാക്ഷ്യമുള്ള ഒരു കുടുംബങ്ങൾ. പക്ഷേ ഇന്ന് പുതിയ തലമുറകളൊക്കെ വന്നു. ഇന്ന് പുതിയ മക്കളൊക്കെ ആ ഭവനങ്ങളുണ്ടായി. എല്ലാവരും ഡോക്ടർമാരായി, എല്ലാവരും എഞ്ചിനീയർമാരായി, എല്ലാവരും ദൈനീയ രീതിയിലുള്ള ഉയർച്ച അനുഭവങ്ങൾ, വിദ്യാഭ്യാസത്തിലും ജോലി അവസരങ്ങളിലെല്ലാം ഉയരങ്ങളായി. പക്ഷേ കുടുംബജീവിതാനുഭവങ്ങളിൽ, അവരുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലെല്ലാം അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പനുണ്ടാക്കിയ പേര്, അമ്മയുണ്ടാക്കിയ പേര്, പഴയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത പേരുകളെല്ലാം ഇന്നത്തെ പുതിയ തലമുറ അതിനെ നിസ്സാരവൽക്കരിച്ച് കീറിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ട്? ആത്മീയതയിൽ പൊള്ളത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്, ആത്മീയതയിൽ അഭിനയങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്നവനെ കാണുമ്പോൾ നമുക്കറിയാം, ആരാധനയ്ക്ക് ഇടവയിൽ വരുന്നവനെ കാണുമ്പോൾ നമുക്കറിയാം, അവൻ വേദപുസ്തകം കൊണ്ട് വരും, അവൻ പാഠപുസ്തകം കൊണ്ട് വരും, അവൻ തീരുമാനത്തിന്റെ കോമ്പൗണ്ടിൽ വരുമ്പോ ഇത് ആരാധനയ്ക്ക് പോകുന്നത് എന്ന യാത്രയുടനീളം ഈ വഴിയുള്ള എല്ലാവരും അവനെ നമുക്ക് സാക്ഷീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. അതല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നവരെ, നമ്മളൊക്കെ പൊള്ളത്തരത്തിന്റെ ഭാഗമാണ്. കേവലം ഞായറാഴ്ച ക്രിസ്ത്യാനികളായി ഭാരമില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും ഒരു ശുദ്ധകരമായ സുരക്ഷിത തീരത്തല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. അതുകൊണ്ട് ആത്മീയതയുടെ അനുഭവങ്ങളിൽ സിൻസിയറായി, വളരെ മൂല്യമുള്ള ശ്രദ്ധേയമായ ആത്മീയതയുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാകുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയട്ടെ. രണ്ട്, മാനുഷിക ബന്ധങ്ങളിൽ നിങ്ങൾ കാലമുള്ളവർ ആയിരിക്കുക. ക്രിസ്തുവിനെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കരുണയുള്ളവരാണ്, നിങ്ങൾ സമാധാനം കൊടുക്കുന്നവരാണ്, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ദൈവോന്മുഖമായ ഒരു ജീവിതത്തിന്റെ ഭാഗമാകും. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ചവിട്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാനുഷിക ബന്ധങ്ങളിൽ കാലമുള്ളവരായി നിങ്ങൾ മാറ്റപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ചവിട്ടപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങളെ ചവിട്ടി വലിക്കുവാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രസൻസ്, നമ്മുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകുന്നുണ്ടോ? ഒരപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ വീട്ടിനകത്ത് സന്തോഷമുണ്ടോ? ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ ഭവനം ചമയ്ക്കുമ്പോൾ എന്റെ മക്കൾക്ക്, എന്റെ ഭർത്താവിന് സന്തോഷമുണ്ടോ? ഒരു യൗവനക്കാരി എന്നുള്ള നിലയിൽ എന്റെ സാന്നിധ്യം എന്റെ അപ്പന്റെയും അമ്മയുടെയും കണ്ണിന് ആനന്ദം നൽകുന്നു. ഞാൻ ഇന്നലെ രാത്രി സൂചിപ്പിച്ചു, ആനന്ദ കണ്ണീരുമുണ്ട്, വിഷമത്തിന്റെ കണ്ണീരുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആനന്ദ കണ്ണീരാണോ അതോ ഹൃദയപൊട്ടിയുള്ള വിഷമത്തിന്റെ കണ്ണീരാണോ, മനസ്സിന്റെ വിങ്ങലിൽ ഉണ്ടാകുന്ന കണ്ണീരാണോ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, മാനുഷിക ബന്ധങ്ങളിൽ അപകട സാധ്യത കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാനുഷിക ബന്ധങ്ങളെല്ലാം അപകട സാധ്യത ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 15 ദിവസത്തിനകത്തുള്ള പത്ര മാധ്യമങ്ങളുടെ ഒരു വിശകലനം നമ്മൾ പരിശോധിച്ചാൽ
എത്ര ക്രൂരമായിട്ടാണ് മനുഷ്യർ ഇടപെടുന്നത്, എത്ര ക്രൂരമായിട്ട് മൃഗം പോലും ചെയ്യുവാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് മനുഷ്യനോട് കാഴ്ചവെക്കുന്നത്, മനുഷ്യനോട് പകരം ചെയ്യുന്നത്. നമുക്കറിയാം, സ്ത്രീധനത്തെ കുറിച്ചുള്ള ചർച്ചകൾ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. വളരെ ആത്മാർത്ഥമായി വിവാഹങ്ങൾ നടത്തപ്പെടുന്നു. സ്വർണ്ണമെടുക്കുന്നു, കാർ കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ജോലികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നു, സന്തോഷമായിട്ട് വിവാഹങ്ങൾ അടിച്ച് പൊളിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അപകടത്തിന്റെ, കണ്ണീരിന്റെ, വേദനയുടെ, തീരാ ദുഃഖത്തിന്റെ, തിരുത്തപ്പെടാൻ കഴിയാത്ത അധ്യായങ്ങളുടെ ഭാഗമായി എന്റെ കുടുംബങ്ങൾ മാറുകയാണ്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? ബന്ധങ്ങളിൽ കാര്യമില്ലാതെ പോയി. പണത്തിന് വേണ്ടി മാത്രം ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. കണക്കുകൂട്ടലിൽ നടത്തി വളരെ ശ്രദ്ധയോടെ കണ്ണീനായി ഞാൻ എന്നൊക്കെ ജീവിക്കുവാൻ പഠിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ പഠനം നമ്മുടെ ഇടയിൽ വന്നു ചേർന്നത്? പ്രിയമുള്ളവരെ, 1ാം ക്ലാസ് വഴി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാഠപുസ്തകങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കണം. എല്ലാം ലാഭങ്ങളുടെ വിഷയങ്ങളാണ്. അവർ പഠിക്കുന്ന എല്ലാ കോഴ്സുകളും, എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ലാഭത്തെ കുറിച്ചാണ്, വിജയത്തെ കുറിച്ച് മാത്രമാണ്, അവരുടെ ജീവിതം ഉയർച്ചയെ കുറിച്ച് മാത്രമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മാനുഷികമായ മൂല്യങ്ങൾ, ബന്ധങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇടമാണ് ഇടവകയുടെ സൺഡേ സ്കൂളും യുവജന പ്രസ്ഥാനങ്ങളും പറയുന്നത്. ഇന്ന് ഇതിനകത്ത് ചേക്കേറാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല. ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ച് ഉറവാക്കിയിട്ടുള്ളത് മാതാപിതാക്കളുടെ പ്രോത്സാഹനമാണ്. കുഞ്ഞുങ്ങൾക്ക് അച്ഛാ, നിങ്ങളുടെ കുഞ്ഞിന് വളരെ വലിയ രീതിയിലുള്ള കോച്ചിങ് നടത്തിയാണ്, വളരെ വലിയ രീതിയിലുള്ള ട്യൂഷൻ നടത്തി, ഓൺലൈൻ ക്ലാസ്സാണ്, പ്രാർത്ഥനയ്ക്കൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഒരു സമയമില്ല വെച്ചാ, എങ്ങനെ വെച്ചാൽ എനിക്ക് പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എന്റെ മക്കൾക്ക് 3-4 പ്രശ്നം, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥനയ്ക്കൊന്നിരിക്കും, ഞങ്ങൾ എങ്ങനെ ഈ സർവീസിന്റെ ഭാഗമാകും? സൺഡേ സ്കൂളിൽ വരാൻ ഒട്ടും സമയമില്ല, യുവജന പ്രസ്ഥാനത്തിൽ അല്പപോലും സമയമില്ല. ഞങ്ങൾ പഠിച്ച് എടുത്ത് ഇങ്ങനെ റെഡിയാക്കാനായിട്ട് ഞങ്ങൾ ഓടി നടക്കുകയാണ്. നന്നായി ഓടി നടത്തും. നല്ല കുഞ്ഞുങ്ങൾ എഞ്ചിനീയറിംഗ്, ഡോക്ടറൊക്കെയായി, സൗകര്യങ്ങളൊക്കെയായി, അത്യാവശ്യം സെറ്റപ്പൊക്കെയായി, താൻ അധ്വാനിച്ചുണ്ടാകാത്ത വീട്, അധ്വാനിച്ചുണ്ടാകാത്ത കാർ, അധ്വാനിച്ചുണ്ടാകാത്ത എല്ലാം ഇങ്ങനെ വാക്യത്തിൽ വെച്ചു കൊടുക്കുകയാണ്. വാക്യത്തിൽ ചവച്ച് കഴിച്ചോ, ചവയ്ക്കാൻ അവരോട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അത്രമാത്രം പ്രോത്സാഹനമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ നൽകുന്നത്. അവർ ചവയ്ക്കുന്നു, കുറെ കഴിഞ്ഞാൽ അവർ വിശദമായിട്ട് അവർ ശാന്തമായിട്ട് ചിന്തിക്കും. ഇപ്പോ ഈ ചവയ്ക്കാൻ വേണ്ടി സഹായിച്ച എന്റെ അമ്മയില്ലേ, ഇത് ലാഭമാണോ നഷ്ടമാണോ? ഇത് ലാഭമാണോ നഷ്ടമാണോ? എന്റെ അപ്പനും അമ്മയും എന്റെ പ്രിയപ്പെട്ടവരും എന്റെ സഹോദരനും ഒക്കെ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലത്ത് കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന സ്വന്തം സഹോദരങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കാത്ത ക്രിസ്ത്യാനി ഇന്ന് ഈ ആരാധനയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു എന്നുള്ളത് അച്ഛനെ കുറിച്ച് തന്നെയാണ്, നിങ്ങളെ കുറിച്ച് തന്നെയാണ്. സ്വന്തം സഹോദരനോട് സുഖമാണോ? വീട്ടിൽ മലക്കറിയുണ്ടോ? വീട്ടിൽ പച്ചക്കറിയുണ്ടോ? വീട്ടിൽ അരിയുടെ കുറവുണ്ടോ? മുളകിന്റെ കുറവുണ്ടോ? കൈ 100 രൂപ എടുക്കാനുണ്ടോ എന്ന് ചോദിക്കാത്ത ക്രിസ്ത്യാനി ജീവിതത്തിൽ നിങ്ങൾ ബന്ധങ്ങളുടെ കാര്യങ്ങൾ ഇല്ലാത്ത ക്രിസ്ത്യാനിയാണ്. നമ്മളിങ്ങനെ നമ്മുടെ വീടിന്റെ കാര്യം മാത്രം നോക്കി, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി, അടുത്തവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ആകെ ചെയ്യുന്നത് വാർത്തകളൊക്കെ അവിടെ ഈ പ്രശ്നം, ഇവിടെ ഈ പ്രശ്നം, അവിടെ ഈ പ്രശ്നം, ഇവിടെ ഈ പ്രശ്നം, മരക്കടത്ത്, പിന്നെ ആളുകടത്ത്, സ്വർണ്ണക്കടത്ത്, സുരി വന്നു പോയി, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമുക്ക് കഴിയും. പക്ഷേ എന്റെ സഹോദരൻ, എന്റെ അപ്പൻ, എന്റെ അമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നുള്ളത് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ പള്ളിയെ പ്രധാനമാണ്. നാട്ടുകാരുടെ മുമ്പിൽ നമ്മളെല്ലാം ലഭ്യമാരാണ്, പട്ടക്കാരുടെ മുമ്പിൽ നമ്മളെല്ലാം വളരെ അനൗൺസിസ്, ഹോൾമാർക്ക് നേടിയ ആളുകളാണ്. ഇതിന്റെ അസ്വസ്ഥതകളുണ്ടാകും. ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, നന്നായാൽ നമുക്ക് വലിയ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, കൂടെ ഇരിക്കുന്ന അപ്പനെയും അമ്മയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. കൂടെയുള്ള സഹോദര കുടുംബങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്, ബന്ധങ്ങളിൽ കാര്യമില്ലാതെ പോയാൽ നിങ്ങൾ ചവിട്ടപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങളെ പുറന്തള്ളുവാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ ക്ലാസ് എടുക്കുവാൻ മുമ്പ് ക്ലാസ് എടുക്കാനായിട്ട് ഇടവകയിൽ പോയി. ഇടവകയിൽ ക്ലാസ് നടന്ന ഒരു 10 മിനിറ്റ് ഇന്റർവ്യൂവിലേക്ക് കൊടുത്തു. ഇന്റർവ്യൂ കൊടുത്തപ്പോൾ എന്റെ ചെവിയിൽ ഒരു ആളെന്ന് പറഞ്ഞു, അച്ഛാ അദ്ദേഹം മനസ്സിലില്ലേ, അദ്ദേഹം PS ആണ്. PS. അപ്പൊ എനിക്കൊന്ന് മനസ്സിലായി, ഈ
പോലീസ് ഇൻസ്പെക്ടറോ അങ്ങനെയുള്ള PC അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കില്ല. ഞാൻ എന്താണ് ഈ PS-ന്റെ ഫുൾഫോം വെച്ചാൽ പൊതു ശല്യമാണ്. എന്താണ് പൊതു ശല്യം? അപ്പൊ പള്ളിക്കാലം പ്രശ്നമാണ്, വീട്ടിലും പ്രശ്നമാണ്, നാട്ടിലും പ്രശ്നമാണ്. ഇതുപോലെ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് സുഖം നൽകുന്നതാണോ, മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് സാക്ഷ്യമാണ് പറയുന്നത്? നമ്മൾ എപ്പോഴും പറയും, മറ്റുള്ളവരെ കുറിച്ച് എന്തോ പറയട്ടെ, കുറച്ചൊക്കെ പറയണം, മറ്റുള്ളവരെ കുറിച്ച് കുറച്ചൊക്കെ പറയണം. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, എന്നെ കുറിച്ച് അവരെന്താണ് പറയുന്നത്, എന്നെ കുറിച്ച് അവരെന്താണ് പറയുന്നത്? ഇന്ന് പ്രധാനത്തിൽ നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട ഒരു ചോദ്യം, എന്റെ ഇടവക എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? എന്റെ അപ്പൻ, എന്റെ അമ്മ, എന്റെ മക്കൾ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഇല്ലെങ്കിൽ പരസ്പരം ഒന്ന് സംസാരിച്ചു നോക്കണം. ഞാൻ എത്രമാത്രം എന്റെ ഭവനത്തിൽ, എന്റെ ആലയത്തിൽ, എന്റെ ഓഫീസിൽ, ഞാൻ ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ ഞാൻ എത്രമാത്രം ആത്മീയതയുടെ മൂല്യം ചുമക്കുന്ന, ബന്ധങ്ങളുടെ മൂല്യം ചുമക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. മാനുഷിക ബന്ധങ്ങളിൽ കാലമുള്ളവരായി ഈ കാലഘട്ടത്തിൽ മാറുക. ലാഭത്തിന് വേണ്ടി മാത്രം നമ്മൾ യാത്ര പിടിക്കട്ടെ. എന്ത് കിട്ടും, എത്രമാത്രം കൂട്ടിവെക്കാൻ പറ്റും, എത്രമാത്രം ചേർത്ത് വെക്കാൻ പറ്റും, എത്രമാത്രം നിക്ഷേപങ്ങളുടെ ഭാഗമാകാൻ പറ്റും, ഇങ്ങനെയുള്ള നമുക്ക് ജീവിക്കേണ്ട കുടുംബങ്ങളെ ഒരല്പമൊക്കെ ഒന്ന് കൈവച്ച് സഹായിക്കാനൊക്കെ നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിക്കാർ, നമ്മുടെ ഇടവകയിലെ എല്ലാവരുടെയും ലിസ്റ്റ് ഞാൻ എടുക്കുകയാണ്. ലിസ്റ്റ് നമ്മുടെ വൈദ്യുത സഭയിലെ എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും ലിസ്റ്റ് ഞാൻ എടുക്കും. നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ അനുഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലയത്തിന്റെ ശുശ്രൂഷകളുടെ കൊടുക്കൽ വാങ്ങുക, നിങ്ങൾ 10 ചാരിറ്റി വർക്കിന് വേണ്ടി കൊടുക്കുന്നത് എങ്ങനെ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ അയൽക്കാരോട് നിങ്ങൾ പെരുമാറുന്നത്, ഇതൊക്കെ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമം നടത്തിയാണ്. എന്താറിയാമോ, നമ്മൾ ശരിയായേ പറ്റത്തുള്ളൂ. നമ്മൾ ഇനി ക്രമപ്പെടാൻ ഒരു കൊച്ചു കാലഘട്ടമാണ് ദൈവം ഈ പട്ടണത്തിൽ നിങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കൊച്ചു കാലഘട്ടത്തിൽ കുറച്ച് ഭക്ഷണവും, കുറച്ച് വസ്ത്രവും, കുറച്ച് ജീവിത സൗകര്യങ്ങളും ഒക്കെ ആയി നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിൽ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്ന് മാംസം ധരിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. സാധാരണ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. നിന്റെ സ്വഭാവം മാത്രം നീ ശരിയാക്കിയാൽ മതി, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. വളരെ വൈസക്രിയമായി ഇതുവരെയും ഞാൻ ദൈവത്തെ കണ്ടില്ലെങ്കിൽ, ഞാൻ ദൈവത്തോട് സംസാരിച്ചില്ലെങ്കിൽ എവിടെയോ കാലത്തിന്റെ അംശം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവസാനമായി ഒരു ഭാഗത്തോട് പറഞ്ഞ് ഞാൻ വാക്കുകളിൽ അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൽ കാര്യമുള്ളവരായി നിങ്ങൾ മാറ്റപ്പെടും. എന്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ കാര്യമുള്ളവരായി മാറ്റപ്പെടുന്ന ഒരു ആത്മീയ ദർശനം എന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ക്രിസ്തു തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ആത്മീയ ദർശനമുണ്ട്. എന്നെ നോക്കിപ്പടി. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്റെ കുഞ്ഞ് ഇന്ന ആളെ പോലെ വളരണം, ഇന്ന വ്യക്തിയെ പോലെ അവൻ പഠിക്കണം, അവൻ ജോലി നേടണം, ഇന്ന കുടുംബം നിൽക്കുന്നത് പോലെ കഴിക്കണം. ഏതെങ്കിലും ഒരു അമ്മയൊക്കെ എന്നെ പോലെ വളരണം എന്ന് ആർക്കെങ്കിലും നെഞ്ചി കഴിച്ച് പറയാൻ പറ്റുന്നുണ്ടോ? വളരെ സിമ്പിൾ. എന്റെ പൊന്നച്ച ഇവ വലിയപ്പൻ നോക്കി വളരണ്ട, ഇളയപ്പൻ നോക്കി വളരണ്ട, അയൽവാസി നോക്കി വളരണ്ട, ഇങ്ങോട്ട് നോക്കും. എന്നെ നോക്കി എന്റെ മക്കള് വളരണമെന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? സ്വന്തം ജീവിതത്തിൽ കാര്യമുള്ളവരായി ഞാൻ നിങ്ങൾ മാറ്റപ്പെട്ടേ മതിയാക്കില്ല. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കും. 33 വയസ്സ് ജീവിതം പൂർത്തിയായി തൃപ്തികരമായ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാം ശുദ്ധകരമായി അമ്മയോട് ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു, എന്റെ സഹോദരങ്ങളോട് ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്തു, ഈ ലോകത്തിന് ഞാൻ കൊടുക്കേണ്ട ശുശ്രൂഷകൾ ഞാൻ കൊടുത്തു, പാവപ്പെട്ടവന് കൊടുക്കേണ്ട ശുശ്രൂഷ ഞാൻ കൊടുത്തു, ഏറ്റവും വൃത്തിഹീനമാക്കപ്പെട്ട പട്ടണത്തിന്റെ പുറമാനം കിടന്ന അവന് കൊടുക്കേണ്ട ശുശ്രൂഷ ഞാൻ കൊടുത്തു. ഈ ലോകത്തിൽ ഞാൻ ചെയ്യേണ്ട എല്ലാ ശുശ്രൂഷകളും ഞാൻ നിറവഴിയായി ചെയ്ത് എന്റെ ജോലി 33 വയസ്സിൽ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുകയെന്ന് പറഞ്ഞ ആത്മീയ ദർശനം എനിക്ക് നിങ്ങളിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അതല്ലെങ്കിൽ ആപത്താണ്, അനർത്ഥമാണെന്നുള്ളത് യാതൊരു സംശയമില്ല.
അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് കാർണഗി എന്നാണ്. ഡേവിഡ് കാർണഗി അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസംഗകനാണ്, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ പുസ്തകങ്ങൾ എഴുതുമ്പോഴും അത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് ലഭിച്ചു പോകുന്നത്. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം ഇങ്ങനെയാണ്. 1934 അദ്ദേഹം എഴുതിയ ഹൗ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നേടാൻ കഴിയുന്നത്, മാത്രമല്ല അവരെ എങ്ങനെയാണ് സ്വാധീനിക്കുവാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പുസ്തകം ലോകം മുഴുവൻ കോടിക്കണക്കിന് രൂപയ്ക്കാണ് അദ്ദേഹം വെച്ച് വായിക്കുക. അത്രമാത്രം വളരെ മനോഹരമായി ഈ കാലഘട്ടത്തോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ, അനേക ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ. പക്ഷേ ജീവിതത്തിന്റെ നല്ല അധ്യായം മുഴുവൻ അദ്ദേഹം നല്ലൊരു പ്രസംഗകനായിരുന്നു, അദ്ദേഹം നല്ലൊരു ചിന്തകനായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു, മറ്റുള്ളവരെ ശക്തമായി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി. പക്ഷേ അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിൽ ഒരു രോഗം വന്നപ്പോ, അപ്രതീക്ഷിതമായി തന്റെ ജീവിതം ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലേക്ക് വീണുപോയപ്പോ 1955 തന്റെ 67ാമത്തെ വയസ്സിൽ അദ്ദേഹം ന്യൂയോർക്കിലെ ഫോറസ്റ്റ് ഹിൽസിൽ വെച്ച് സ്വയം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ പ്രോത്സാഹിപ്പിച്ച ഒരു മനുഷ്യൻ, ലക്ഷക്കണക്കിന് മനുഷ്യരെ കരപിടിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് വാക്കുകൾ കൊണ്ട് അമ്മാനമായി ജീവിതത്തിന്റെ മുൻധാരയിൽ എത്തിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ടോക്കുകൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ ജനം കാത്തിരുന്ന ഒരു കാലഘട്ടം. അനേക കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി, അനേക പ്രിയപ്പെട്ടവരെ ഉയർത്തി, അനേക യുവനക്കാർക്ക് അദ്ദേഹം ഫലമായിരുന്നു. പക്ഷേ 67ാമത്തെ വയസ്സിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. 67ാമത്തെ വയസ്സിൽ ഇത്രയും പുസ്തകം എഴുതിയ, ഇത്രയും പ്രസംഗിച്ച, ഇത്രയും ലോകം കണ്ട ഒരു രചയിതാവ്, ഒരു പ്രസംഗകൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഏറ്റവും വേദനാജനകമായ ഒരു സാക്ഷ്യം. എന്തുകൊണ്ട് എന്റെ സ്വന്തം ജീവിതം കാര്യമില്ലാതെ പോയാൽ എന്റെ പ്രസംഗം വ്യർത്ഥം. എന്റെ സ്വന്തം ജീവിതം ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളെല്ലാവരും ഞാൻ സ്വർഗത്തിലേക്ക് അയച്ചു, നിങ്ങളെല്ലാവരും ഞാൻ നല്ലത് പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും ഞാൻ ആത്മീയമായി ഭൗതികമായി പോഷിപ്പിച്ചു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അപകട സാധ്യതയും നിന്ദയും പരിഹാസവും എന്റെ തലമുറയിൽ ഇങ്ങനെ നിൽക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയതമേ, കാര്യമില്ലാതെ പോയാൽ എന്തോ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെ പുറത്തു കളയാൻ ചാപ്പികളയാം, കോംപ്രമൈസ് നോക്കുന്നില്ല. കാരണം അതിൻ്റെതായ രീതിയിൽ ഭക്ഷണത്തിലുണ്ടെങ്കിൽ, ആ ഉപ്പിലുണ്ടെങ്കിൽ, നിങ്ങളുള്ളവർ അതിൻ്റെയൊക്കെ പണ്ടത്തിൽ അറിയാം. ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്, ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമാണ്. വീട്ടിൽ കറങ്ങി ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്, ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ അത് ബാലൻസ്, ഏറ്റവും മനോഹരമായി നല്ല ബാലൻസ് ആകുന്നുണ്ടെങ്കിൽ നല്ല പ്രശംസ കിട്ടും. നല്ല പ്രശംസ ചേർത്ത് പറയും, ഇനി ഇന്നത്തെ ഭക്ഷണമല്ലോ നന്നായി, ഇന്നത്തെ മീനുകളല്ലോ നന്നായി, ഇന്നത്തെ ആ വിഭവങ്ങളല്ലോ എല്ലാം നന്നായിരുന്നു. ഇതേ നാളോട് തന്നെ ഉപ്പലക്കം കൂടി പോയല്ലേ, ഇതേ നാളോട് ഞാൻ പറയും, ഇതെന്തോന്നാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇതെന്തോന്നാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭയങ്കര സത്യമുള്ള ദൈവത്തിന്റെ അകപ്പാടുകളുടെ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു, വളരെ ആത്മീയതയിൽ കാലമുള്ളവരായി നിങ്ങൾ മാറ്റപ്പെടും. മക്കളെയൊക്കെ പ്രാർത്ഥിക്കാനും ആത്മീയതയിലും അംശത്തിലും ഒക്കെ നമ്മൾ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഒന്ന് വില കൊടുക്കുക. നിസ്സാരമായിട്ടുള്ള നമ്മുടെ ആത്മീയതകളെ നമ്മൾ കൈകാര്യം ചെയ്യരുത്. നിങ്ങളെ 10 പുസ്തകം കൊണ്ട് എല്ലാം ഒപ്പിക്കാമെന്നാണ് നിങ്ങൾ അറിയാൻ വേണ്ടി ഒന്നും നടക്കില്ല. ഞാൻ എഴുതിത്തരാം. എന്ത് മാനുഷിക ബന്ധങ്ങളിൽ നിങ്ങൾ കാര്യമുള്ളവരാണ്. അപ്പനുള്ള ബന്ധത്തിൽ, അമ്മയുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളുള്ള ബന്ധത്തിൽ, മക്കള് അപ്പനമ്മമാരുടെ ബന്ധത്തിൽ, എല്ലാ തരത്തിലും എന്റെ പ്രസൻസ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. അവസാനമായി ജീവിതത്തിൽ കാര്യമാണ്. പ്രസംഗിച്ച മാത്രം പോരാ, പാടിയ മാത്രം പോരാ, മറ്റുള്ളവർക്ക് ക്ലാസ്സിലെത്താൻ മാത്രം പോരാ, വലിയ സഹായങ്ങൾ നടന്നു പോരാ. സ്വയം ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തോട് ചോദിക്കേണ്ട ഭാവയെ എത്രമാത്രം കാലം എന്റെ ജീവിതത്തിൽ ദാനം ചെയ്യുന്നുണ്ട്, എത്രമാത്രം മുഖ്യ ആവശ്യം എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ളവരെ ദൈവമുഖരായി യേശുവിനെ പോലെ വാഴുവാൻ, യേശുവിനെ പോലെ കാണുവാൻ, യേശുവിന്റെ കൂടെ ഒന്ന് ചേർന്നിരിക്കുവാനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വേണ്ടി സ്വർഗ്ഗത്തിലെയും നമ്മയും സഹായിക്കുവാനാകട്ടെ. സമാധാന പ്രാർത്ഥനയായി നമുക്ക് നമ്മുടെ ദൈവങ്ങളെ സമർപ്പിക്കും. എല്ലാവർക്കും വേണ്ടിയിരുന്ന പാർശ്വതയെ 492 എല്ലാവർക്കും കരങ്ങളടിച്ച് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്വാഗതം ചെയ്യാം. എല്ലാവരും കരങ്ങളടിച്ച് എല്ലാ യുവജനങ്ങളും എല്ലാ മതക്കാർക്ക്
നമുക്കറിയാവുന്ന പാട്ടാണ്. പാട്ടസൂര്യെ 492 ഗാനം നമുക്ക് പ്രാർത്ഥന ഗാനമായി പാടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഞങ്ങളെ പറിച്ചു കളയുമെന്നും ഞങ്ങളെ ചവിട്ടിക്കളയുമെന്നും ഞങ്ങളെ നിസ്സാരമായി പുറന്തള്ളപ്പെടുമെന്നും ഇന്ന് പ്രഭാതത്തിലേക്ക് നമുക്ക് നൽകിയ ഓർമ്മപ്പെടുത്തലാണ് ദൈവത്തിൽ സ്വാഗതം ചെയ്യാം. ഈ പ്രസംഗം എന്നെ കുറിച്ചാണോ, എൻ്റെ കുടുംബത്തെ കുറിച്ചാണോ, എപ്പോഴും പക്ഷെ നമ്മുടെ ചിന്തയിൽ വരും. നിങ്ങളെ കുറിച്ച് തന്നെയാണ്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്. ഈ വസ്തുക്കളെ ദൈവം ഭംഗിയാക്കി എണ്ണിയിട്ടുണ്ട്. കുറവുകളുടെ ദൈവത്തോട് പറയാമോ? കുറവുകളുള്ളത് ഒരുപാട് കാലാനുഭവങ്ങളിലും കുറവുള്ളത് ജീവിതം ശരിയാകേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ പേര് മാത്രമേ ഉള്ളൂ. ഓടിനടക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ജീവിതം മുഴുവൻ പോകാനാണ്. എന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലാതെ ദൈവത്തോട് പറയാം.
ഒന്ന് മാറോട് പറയുകയുമേ നീ എന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കണമേ. ആത്മീയതയിൽ ഭാരമുള്ളവരാക്കിയുമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭാരമുള്ള ഒരു മനുഷ്യനാക്കിയുമാണ്. എൻ്റെ മാനുഷിക ബന്ധങ്ങളിൽ ഞാൻ ഇടപെടുന്ന വ്യക്തികൾക്ക് ഞാൻ ബ്ലെസ്സിംഗായിരിക്കുകയാണ്, ഞാൻ അനുഗ്രഹമായിരിക്കുകയാണ്. എൻ്റെ സാന്നിധ്യം ഞാൻ വരുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ ഭവനത്തിനകത്ത് ഒരു വലിയ ദൈവ പ്രവർത്തിക്കും. ഞാൻ ഈ കാര്യത്തിന്റെ കോമോഡിലേക്ക് കയറി വരുമ്പോൾ തന്നെ ജനം പറയണം ഇവരുടെ അനുഗ്രഹമാണ്, ഈ കുടുംബം നമുക്ക് അനുഗ്രഹമാണ്. എൻ്റെ ഭവനത്തിൽ, എൻ്റെ ആലയത്തിൽ, എൻ്റെ ശുശ്രൂഷകളിൽ ഈ കുടുംബം ഒരു അനുഗ്രഹമാണെന്ന് പരസ്പരം പറയപ്പെട്ട രീതിയിലൂടെ എൻ്റെ ജീവിതത്തെ നമ്മുടെ ഭംഗിയായി പ്രാർത്ഥിക്കണം. വിശ്വസ്തരായും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പഠിപ്പിച്ച അതിരുടെ ധാരണക്കായി സ്വാഗതം. അപ്പൊ അതിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നത്. ഇനിയും ജീവിതം ശരിയാകാനുള്ളത് ഇത്രയും പോരാ, ഇത്രയും പോരാ, ഇനിയും ഞങ്ങൾ നന്നാകാനുള്ളത്. ഞങ്ങളുടെ സ്വഭാവത്തിൽ ഒരു രൂപാന്തരം നൽകണമേ, ഞങ്ങളുടെ വാക്കുകളിൽ ഒരു രൂപാന്തരം നൽകണമേ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ ഒരു രൂപാന്തരം നൽകണമേ. ഇത്രയും ഒരു കാലഘട്ടം ദൈവം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകിയിട്ട് ഇനിയും ഞങ്ങൾ ശരിയാണെങ്കിൽ, ഇനിയും ഞങ്ങൾ ഭംഗിയാണെങ്കിൽ തിരുവനന്തപുരം ഞങ്ങൾക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ നിങ്ങളെ പുറത്താക്കി കളയുന്നതാണ്. ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് പങ്കിടാനുള്ള ഓർമ്മപ്പെടുത്തൽ. അതുപോലെ ഞങ്ങൾ വിശ്വാസത്തോട് പ്രത്യാശയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മനുഷ്യനായിരിക്കുക, നല്ലൊരു വ്യക്തിയായിരിക്കുക, നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, നല്ലൊരു മകനായി, നല്ലൊരു കുഞ്ഞായിരിക്കുക എന്റെ സഹോദരങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ പങ്കെടുത്ത ഈ ജനത്തിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അതിനനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ ആഴ്ച നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. കാലമുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ രക്തത്താൽ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഒരു ബാധയും ഞങ്ങളുടെ കൂടാതെ കിട്ടാറുണ്ട്, ഒരു ദോഷവും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കരങ്ങളെ നീ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കാലുകൾ തട്ടിപ്പോകാനുള്ള ആരോഗ്യമുള്ള ദൈവത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ള ഒരു ജനമായി ഞങ്ങളെല്ലാവരും തീരുമാനം നിങ്ങളെ സഹായിക്കണം. നിങ്ങൾക്ക് പിരിയുമെങ്കിലും പിരിയാതെ കൂടിയിരിക്കണം. മാനും മഹത്വം അവിടെ സ്വീകരിക്കണം. രക്ഷ മുഖാന്തരം നിങ്ങൾ പ്രാർത്ഥന കഴിക്കണമേ. ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവും ക്രിയകളിൽ എനിക്ക് പ്രിയമുള്ളവരെ നാം എല്ലാവരും കൂടിയിരുന്ന നമ്മൾ രണ്ടിടത്തുമാകട്ടെ. ആമേൻ.